Ladies and gentlemen, this is Adarsh and welcome to My Ganadi. So, ഒരു A-rated crime thriller series വന്നിട്ടുണ്ട്. സീരിയൽ കില്ലിങ്സും സീരിയൽ കില്ലറും പരിപാടിയൊക്കെയാണ് ഇതും പറഞ്ഞു പോണത്. സോ പണ്ടൊക്കെ ആണ്ടിലെ അമാവാസികയായിരുന്നു ഒരു സീരിയൽ കില്ലറൊക്കെ കാണാൻ കിട്ടുക. ഇപ്പൊ എല്ലാവരുടെയും സീരിയൽ കില്ലിങ്സും സീരിയൽ കില്ലറും ആണ്. മിത്തോളജിക്കൽ പരിപാടിയൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു. ഇപ്പൊ എല്ലാവരും സീരിയൽ കില്ലിങ്സിന്റെ പിന്നാലെയാണ്. നമ്മുടെ ഭൂമി പെറ്റ്നേക്കറിന്റെ ദൽദൽ. സോ ഞാൻ ഈ സീരീസ് കാണാനുള്ള കാരണം ആരൊക്കെ പറയുന്നത് കേട്ടു, ഭൂമി ഈസ് ബാക്ക്, മാർസ് ഈസ് ബാക്ക്, പ്ലൂട്ടോ ഈസ് ബാക്ക് എന്നൊക്കെ. ആ പറഞ്ഞവരെ അങ്ങോട്ട് പിടിക്കുക, പേരയുടെ നല്ല കൊമ്പിടുക്കുക, അടിച്ച് ചന്തി അങ്ങോട്ട് പൊട്ടിക്കുക. ആ കൊച്ചു ഏത് പടത്തിലാടാ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുള്ളത്? കണ്ണിച്ചോരയിട്ടാണ് അതൊക്കെ. എല്ലാ പടത്തിലും അല്ലെങ്കിൽ എല്ലാ സീരീസിലും ഒരു മെഴുക് പ്രതിമ പോലെ ചേച്ചി ഉണ്ടാവും. ആൻഡ് ഇതിൽ എനിക്ക് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞു, മാഡം തുസാറ്റ്സിന്റെ മ്യൂസിയത്തിലെ മെഴുക് പ്രതിമയെ പോലെ ജീവിച്ചു കാണിക്കാൻ ആ കൊച്ച് 100% ജീവിച്ചു കാണിച്ചു. DCP ആണ്, റീറ്റ ഫെറാരിയോ റീറ്റ മെക്ലാരനോ അങ്ങനെ എന്തോ പേര്. ആൻഡ് ഇതിലത്തെ സീരിയൽ കില്ലർ കുറച്ച് വ്യത്യസ്തനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ആൾക്കാരിൽ ഈ ആര്യൻ സിനിമ കണ്ടിട്ടില്ല, വിഷ്ണു വിശാലിന്റെ, അതിലെ സെൽവരാഘവൻ എന്താ ചെയ്യാ, നല്ല ആൾക്കാരൊക്കെ കൊന്നിട്ട് പറയാണ് ഇവരെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊന്നത്. ഇതും അതേപോലെയാണ്. ഈ നല്ല ആൾക്കാരുണ്ടാവില്ലേ, അതായത് സ്ട്രേ ഡോഗ്സിന് ഫീഡ് ചെയ്യുന്ന ആൾക്കാര്, ഈ പാവപ്പെട്ടവർക്ക് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാര്, അവരെ പറ്റിയിട്ടൊക്കെ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരെ കൊല്ലും. എന്നിട്ട് പിന്നെ സീരിയൽ കില്ലറിന് ബോധം ഇല്ലാതായി തോന്നുന്നു, കണ്ണിക്കണ്ടവനൊക്കെ പിടിച്ച് കൊല്ലുന്നുണ്ട്. ഒരു വാക്കിന് വിലയില്ലാത്ത അലവലാതി സീരിയൽ കില്ലർ. സോ ഇതിൽ നമ്മുടെ DCP റീത്ത ഫെറാരി, ആ കൊച്ചിന് ബോധമൊന്നുമില്ല, ഏത് നേരം ഹാലൂസിനേറ്റ് ചെയ്യും, കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുന്നവരെയൊക്കെ പിടിച്ചിട്ടാണ് DCP ആക്കിയിരിക്കുന്നത്. പിന്നെ കുറെ കോമാളികളുണ്ട് ഇതിലത്തെ. പോലീസ് പറഞ്ഞ പക്ക കോമാളികളാണ്. ഒരു യങ്ങസ്റ്റ് IPS ഓഫീസർ പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. ഒരു കോലിന് സാരി ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ മണത്ത് പോകുന്ന ഒരു അലവലാതി ക്യാരക്ടർ. വേറൊരു പോലീസ് ഓഫീസർ ഉണ്ട്, ഐ ഡോണ്ട് എഗ്രി പറഞ്ഞാൽ അതിന്റെ മീനിങ് അറിയില്ല എന്ന്. അന്നാ പിന്നെ എങ്ങനെയാണ് പോലീസ് ചെയ്ത് കൊടുത്തിട്ടാണ് പോലീസിൽ കയറിയത്? പിന്നെ ഒരു DGPയോ IG ആരോ ഉണ്ട്. ഫോട്ടോക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പോസ്റ്റ് ഇടണം, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളൊക്കെ തപാൽ മാർഗമാണോ IPS എടുത്തത്? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. ഒരു കൂട്ടം അലവലാദികളാണ് ഇതിലുള്ളത്. ഇതിലത്തെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര വേസ്റ്റ് ആണ്. വേസ്റ്റ് ആണ്, അത്ര വേസ്റ്റ് ആണ്. നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ തന്നെ യക്ക് എന്നാണ് പറയാൻ തോന്നുക. ഡിസ്റ്റർബിങ് ആയതുകൊണ്ടല്ല, കാണുമ്പോ തന്നെ ഇത് എന്തോന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് ഇതിലത്തെ സീരിയൽ കില്ലർ, ഇത്രയും വൃത്തികെട്ട ഒരു സീരിയൽ കില്ലറെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പെർഫോമൻസ് കാരണമല്ല വെറുപ്പ് തോന്നുന്നു, കാണുമ്പോൾ തന്നെ വെറുപ്പാണ് തോന്നുന്നത്. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ സീരിയൽ കില്ലർ എല്ലാവരും അടിച്ചിടുന്നുണ്ട്. ഒരടി കിട്ടി അവിടെ വീഴും, അങ്ങനത്തെ ഒരു സീരിയൽ കില്ലറാണ്. പക്ഷെ എല്ലാവരും അടിച്ചിടുന്നുണ്ട്. ഇനിയിപ്പറ്റ ഹൾക്ക് കുടിക്കുന്ന ടോണിക് വല്ലതും കുടിക്കണ്ടോന്ന് എനിക്ക് അറിയില്ല. ഈ സീരിയൽ കില്ലറിനെ സഹായിക്കാൻ വേറൊരു അലവലാതി ഉണ്ട്. ഒരു കൂട്ടം അലവലാദികൾ, ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരു സീരീസ് ആണ്. സോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഈ ക്രൈം ത്രില്ലർ എടുത്തു വെച്ചിട്ട് അത് പാളിപ്പോയി കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ ഡ്രാമയാണ് പറയും. നമ്മുടെ മലയാളത്തിലെ ഒരു ഫേമസ് ഡയറക്ടറിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയണ കേൾക്കാം, ക്രൈം ത്രില്ലർ എടുത്തു വെക്കും, പക്ഷെ അത് ഇമോഷണൽ ഡ്രാമയാണ്. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ കില്ലറിനെ റിവീൽ ചെയ്തു. അത് എന്തോന്ന് ഇമോഷണൽ ഡ്രാമ, അതിനെയാണ് നമ്മൾ ക്രൈം ത്രില്ലർ എന്ന് പറയാ. ഇമോഷണൽ ഡ്രാമ പറഞ്ഞാൽ അത് വേറെ ട്രാക്ക്, അല്ലാതെ ഒരു സാധനം പാളി പോകുമ്പോഴല്ല അത് ഇമോഷണൽ ഡ്രാമയാക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ റീത്ത ഫെറാരി, ഭൂമി പെഡിനേക്കറിന്റെ അമ്മച്ചിയായിട്ട് ഒരു സ്ത്രീ ഉണ്ട്, പോലീസ് ഓഫീസറാണ്. ആ സ്ത്രീ മരിച്ചു, എന്നാ പോലെ ഹാലൂസിനേറ്റ് ചെയ്തിട്ട് മനുഷ്യനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് വീണ്ടും കെട്ടിയെടുക്കും. അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സീരീസിൽ. 2 നല്ല ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഭൂമിയുടെ ബോയ് ഫ്രണ്ട്, പാവം ഡോക്ടർ, കണ്ടാൽ തന്നെ ഒരു സഹതാപം തോന്നും. നിനക്ക് വേറെ നല്ല പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലടാ കൊച്ചാ. അടുത്തത് EMയുടെ അസിസ്റ്റന്റ് ആയിട്ട് വേറെ പോലീസ് ഓഫീസർ ഉണ്ട്, ആള് കൊള്ളായിരുന്നു. വേറൊരൊറ്റ മനുഷ്യൻ മര്യാദയ്ക്ക് പെർഫോം ചെയ്തില്ല. ഭൂമിയൊക്കെ എന്തോ ഭൂമിയുടെ താഴെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബോറായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഈ കൊച്ചി ഇമോഷണൽ സീൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഈ വല്ല വാണി കപൂറോ അല്ലെങ്കിൽ മറ്റേ സോനാക്ഷി സിൻഹ, എന്തിന് നമ്മുടെ പാർവതി ഇവിടെ സിനിമ കിട്ടില്ല പറഞ്ഞിരിക്കുന്നുണ്ട്. ബോളിവുഡിലൊക്കെ പോയിട്ട് ആള് സിനിമയും സീരീസ് ഒക്കെ ചെയ്യുന്ന പാർവതിയൊക്കെ കാസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ കിഡുമായിട്ട് ആൾ ഇമോഷണൽ സീൻസ് ഒക്കെ പെർഫോം ചെയ്ത് തന്നെ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ് ഭൂമി ചെയ്തിരിക്കുന്നത്. അതൊക്കെ പാർവതി ആയിരിക്കണം, അടിച്ച് കയറ്റാൻ തന്നെ. അജാതി കിഡു പെർഫോമൻസ് ആയനെ. സമന്തയ്ക്കൊക്കെ ചെയ്യാവുന്ന ക്യാരക്ടേഴ്സേ ഉള്ളൂ. എന്തിന് ഭൂമി? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, ഈ കില്ലിങ്സ് ഒക്കെ അന്വേഷിക്കാനും ഈ ത്രില്ലേഴ്സ് ഒക്കെ അന്വേഷിക്കാനൊക്കെ നോർമൽ ആയിട്ടുള്ള പോലീസ് ഓഫീസർ ഒന്നും കിട്ടില്ല. ഒന്നെങ്കിൽ ട്രോമ, അല്ലെങ്കിൽ വിഷാദം, അല്ലെങ്കിൽ വാദം, പിത്തം, കഫം, മലം.
7 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ഓരോ എപ്പിസോഡ് ഏകദേശം അരമണിക്കൂറുണ്ട്. ചില എപ്പിസോഡ് 50 മിനിറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ 3-4 മണിക്കൂർ വേണം ഈ ഒരു സാധനം കണ്ടു തീർക്കാൻ. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വേസ്റ്റ് ഒരു സീരീസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിലൊന്നുമില്ല. ആദ്യം തന്നെ കില്ലറിനെ റിവീൽ ചെയ്യും. പിന്നെ കാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്ലേ ആണ്. ഇജാതി ഒരു അപരാധം പിടിച്ചൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്ലേ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു സാധനം നല്ലതാണെന്ന് എടുത്ത് പറയാൻ തോന്നണ്ടേ. ഇതിലൊരു പട്ടിയുണ്ട്. ആ പട്ടി കൊള്ളായിരുന്നു. സോ എനിക്ക് വർക്ക് ആയിട്ടില്ല. വേണ്ടവർ കണ്ടു വെക്കുക. തെലുങ്ക്, തമിഴ്, മലയാളം, ഗുജറാത്തി, മറാത്തി എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. റൈറ്റ്.